നമസ്കാരം. കേരളത്തിലെ ഓരോ വീട്ടിലെയും അടുക്കളയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് റേഷൻ കാർഡ്. അരി മുതൽ പഞ്ചസാര വരെ സബ്സിഡി നിരക്കിൽ നമ്മുടെ കയ്യിൽ എത്തുന്നത് ഈ ഒരു കാർഡിലൂടെയാണ്. എന്നാൽ 2026 കേരള സർക്കാർ റേഷൻ സംവിധാനത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ പലർക്കും ഇപ്പോഴും പൂർണ്ണമായി അറിയില്ല. ഈക്വൈസി നിർബന്ധമാക്കി സപ്ലൈകോയെ ആധുനികവൽക്കരിച്ച് വാതിൽപ്പടി വരെ റേഷൻ എത്തിക്കാനുള്ള പദ്ധതി വരെ ആലോചിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. ഈ വീഡിയോയിൽ റേഷൻ കാർഡിൽ എന്ത് തെറ്റ് തിരുത്തണം, ഈക്വൈസി ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും, സപ്ലൈകോയുടെ പുതിയ 24 മണിക്കൂർ സ്റ്റോറുകളും ഓൺലൈൻ ബുക്കിംഗും എങ്ങനെ ഉപയോഗിക്കാം, വയോജനങ്ങൾക്ക് വീട്ടിൽ റേഷൻ കിട്ടുമോ എന്നതുവരെ വളരെ വിശദമായിട്ട് കാണാം. അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ കാർഡും ആനുകൂല്യങ്ങളും സുരക്ഷിതമാക്കാൻ കഴിയൂ. ആദ്യമായി തന്നെ റേഷൻ കാർഡ് മാറ്റങ്ങളുടെ കാര്യം നോക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡിലെ വിവരങ്ങൾ കൃത്യമാക്കുന്നതിനുള്ള പ്രത്യേക ഡ്രൈവ് നടത്തുന്നു. പേരിലക്ഷരത്തെറ്റ്, ജനനതീയതി തെറ്റ്, കുടുംബങ്ങളുടെ എണ്ണം കുറവ്, വിലാസം മാറിയത് എന്നിവയെല്ലാം ഇപ്പോൾ ഓൺലൈനായും അക്ഷയ കേന്ദ്രം വഴിയും തിരുത്താൻ കഴിയും. തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അർഹമായ സബ്സിഡി ലഭിക്കാതിരിക്കാനും ആനുകൂല്യം മറ്റൊരാൾക്ക് പോകാനും സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഉടൻ തന്നെ തങ്ങളുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തോ അക്ഷയയിൽ പ്രിന്റ് എടുത്തോ പരിശോധിക്കണം. തെറ്റ് കണ്ടെത്തിയാൽ ആധാർ കാർഡ്, വിലാസം തെളിയിക്കുന്ന രേഖ, തിരുത്തൽ അപേക്ഷ എന്നിവ സഹിതം സമർപ്പിച്ചാൽ മതി. തിരുത്തൽ അംഗീകരിച്ചാൽ പുതിയ കാർഡ് ലഭിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഈക്വൈസി ആണ്. ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ എന്നർത്ഥം വരുന്ന ഈക്വൈസി റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ ബയോമെട്രിക് ഉപയോഗിച്ച് സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണ്. ഇത് ചെയ്യുന്നതിന് റേഷൻ കാർഡ് ഉടമയോ കുടുംബത്തിലെ മുതിർന്ന അംഗമോ അടുത്തുള്ള റേഷൻ കടയിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോകണം. അവിടെ വച്ച് വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാൻ നൽകി ആധാറുമായി റേഷൻ കാർഡ് ലിങ്ക് ചെയ്യും. ഈക്വൈസി പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ എന്നിവ ലഭിക്കില്ല. സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് സബ്സിഡി തടഞ്ഞു വയ്ക്കും എന്നാണ്. ഇതുകൂടാതെ കാർഡ് ഉടൻ റദ്ദാക്കില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റേഷൻ കാർഡ് റദ്ദാകുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും റേഷൻ കടയിൽ നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് മനസ്സിലാക്കി സർക്കാർ വാതിൽപ്പടി വിതരണ പദ്ധതി ആലോചിക്കുന്നു. ഈ പദ്ധതി പ്രകാരം സന്നദ്ധ പ്രവർത്തകരോ അംഗീകൃത ഏജൻസികളോ വഴി വീടുകളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കും. പദ്ധതി പൂർണ്ണമായി നടപ്പിലായാൽ വളരെ ഉപകാരപ്രദമാകും. ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ജില്ലകളിൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. അർഹരായവരുടെ പട്ടിക പഞ്ചായത്ത് വഴി തയ്യാറാക്കും. സപ്ലൈകോയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഇപ്പോൾ ആധുനികവൽക്കരിക്കുന്നു. സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുന്നു. ഇവിടെ ഗുണമേന്മയുള്ള സാധനങ്ങൾ കൂടുതൽ വെറൈറ്റിയിൽ ലഭിക്കും. നഗരങ്ങളിലും ടൗണുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകളും സപ്ലൈകോ തുടങ്ങിയിട്ടുണ്ട്. രാത്രി വൈകിയും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഇത് സഹായിക്കും. കൂടാതെ സപ്ലൈകോയുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്പും വഴി ഓൺലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുൻകൂട്ടി ഓർഡർ നൽകിയാൽ നിശ്ചിത സമയത്ത് സ്റ്റോറിൽ നിന്ന് കൈപ്പറ്റുകയോ വീട്ടിൽ ഡെലിവറി എടുക്കുകയോ ചെയ്യാം. ഓണക്കിറ്റ്, വിഷുക്കിറ്റ് പോലുള്ള പ്രത്യേക പാക്കേജുകളും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റേഷൻ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും സിവിൽ സപ്ലൈസ് വകുപ്പ് കർശന നിരീക്ഷണം നടത്തുന്നു. ഒരു റേഷൻ കടയിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ അടുത്തുള്ള വെയർഹൌസിൽ നിന്ന് ഉടൻ സപ്ലൈ എത്തിക്കും. റേഷൻ കടകളുടെ പ്രവർത്തന സമയം, സാധനങ്ങളുടെ നിരക്ക്, ലഭ്യമായ സ്റ്റോക്ക് എന്നിവ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ പരസ്യമായി ലഭ്യമാണ്. ക്രമക്കേട് കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകാം. അടുത്തത് കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് APL കാർഡിനെ BPL അഥവാ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാർഡിലേക്ക് മാറ്റുന്നത്. 2026 ജൂൺ വരെയുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക നിലപാട് പ്രകാരം APLൽ നിന്ന് BPLലേക്ക് മാറ്റാൻ പൊതുവായ ഒരു അപേക്ഷ വിൻഡോ ഇപ്പോൾ തുറന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ NFSA പദ്ധതിയുടെ പരിധിക്കുള്ളിൽ മാത്രമേ പുതിയ PHH കാർഡുകൾ അനുവദിക്കാൻ കഴിയൂ എന്നതിനാൽ സംസ്ഥാനത്തിന് സ്വന്തമായി എല്ലാ APL കാർഡുകൾക്കും BPL ആക്കി മാറ്റാൻ നിയമപരമായി സാധിക്കുന്നില്ല. എന്നാൽ അർഹമായ കുടുംബങ്ങൾക്ക് ചില വഴികളിലൂടെ ഈ മാറ്റം നേടാൻ ഇപ്പോഴും സാധിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിലവിൽ 4 തരം റേഷൻ കാർഡുകളാണുള്ളത്. NFSA പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് എന്നത് BPL ഭാഗത്തിന് തുല്യമാണ്. ഇതിൽ ഒരാൾക്ക് മാസം 5 കിലോ അരി
കിലോയ്ക്ക് 3 രൂപ നിരക്കിൽ ലഭിക്കും. അന്ത്യോദയ കാർഡ് ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് 35 കിലോ സാധനം അതേ നിരക്കിൽ നൽകുന്നു. നോൺ പ്രയോറിറ്റി കാർഡാണ് ഇപ്പോൾ മിക്കവരുടെയും കൈവശമുള്ള APL കാർഡ്. ഇതിൽ സബ്സിഡി നിരക്ക് കുറവാണ്. നാലാമത്തേത് സംസ്ഥാനത്തിന്റെ സ്വന്തം RKSY സ്കീമിന് കീഴിലുള്ള കാർഡാണ്. APL നിന്ന് BPയിലേക്ക് മാറണമെങ്കിൽ ഈ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ഭാഗത്തിലേക്ക് കടക്കണം. ഇതുകൂടാതെ APL ആകട്ടെ BPL ആകട്ടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കില്ല. അതിനാൽ APL നിന്ന് BPയിലേക്ക് മാറ്റാൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് ആദ്യം EKYC പൂർത്തിയാക്കണം. അല്ലാത്ത പക്ഷം അപേക്ഷ തന്നെ സ്വീകരിക്കില്ല. നേരിട്ട് APL കാർഡ് BPയിലാക്കി മാറ്റുന്നതിന് ഇപ്പോൾ പൊതു അപേക്ഷ ഇല്ലെങ്കിലും അർഹതയുള്ള കുടുംബങ്ങൾക്ക് 2 വഴിയുണ്ട്. ഒന്ന് തഹസിൽദാർ വഴിയുള്ള വരുമാന സാമ്പത്തിക സ്ഥിതി പരിശോധന. കുടുംബത്തിന്റെ വാർഷിക വരുമാനം നിശ്ചിത പരിധിക്കുള്ളിലാണെങ്കിൽ വീട്, ഭൂമി, വാഹനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അർഹത ഉണ്ടെന്ന് തെളിഞ്ഞാൽ താലൂക്ക് സപ്ലൈ ഓഫീസർ ആ കുടുംബത്തെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഇതിനായി സിവിൽ സപ്ലൈസ് Kerala.government.in എന്ന പോർട്ടലിൽ അപേക്ഷ നൽകുകയോ നേരിട്ട് സപ്ലൈ ഓഫീസിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ etso.civilsupplieskerala.government.in എന്ന സൈറ്റിൽ പരിശോധിക്കാം. രണ്ടാമത്തെ വഴി കാർഡിലെ അംഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഒഴിവാക്കിയോ അർഹത മെച്ചപ്പെടുത്തുക എന്നതാണ്. അത്തരം കേസുകളിൽ അംഗം കൂട്ടിച്ചേർക്കുന്നതിലൂടെ മൊത്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിക്കുകയും അർഹത മാറുകയും ചെയ്യും. അംഗം കൂട്ടിച്ചേർക്കലും അതേ പോർട്ടലിൽ മെമ്പർ സർവീസ് വഴി ചെയ്യാം. കേരളത്തിൽ ഇപ്പോൾ 95 ലക്ഷത്തിലധികം റേഷൻ കാർഡുകൾ സജീവമാണ്. 13,934 റേഷൻ കടകൾ പ്രവർത്തിക്കുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് 1967 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അർഹത സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. APL നിന്ന് BPയിലേക്ക് മാറാൻ ശ്രമിക്കുന്നവർ ഓർക്കേണ്ടത് വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ കാർഡ് റദ്ദാക്കുക മാത്രമല്ല നിയമ നടപടിയും നേരിടേണ്ടി വരും എന്നതാണ്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. റേഷൻ കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കുക. കാർഡ് നഷ്ടപ്പെട്ടാൽ ഉടൻ പോലീസിൽ പരാതി നൽകി ഡ്യൂപ്ലിക്കേറ്റ് കാർഡിന് അപേക്ഷിക്കുക. കുടുംബത്തിൽ ജനനം, മരണം, വിവാഹം എന്നിവ നടന്നാൽ ഉടൻ റേഷൻ ഓഫീസിൽ അറിയിപ്പ് നൽകി കാർഡ് മാറ്റം വരുത്തുക. റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ EPOS മെഷീനിൽ നിന്നുള്ള രസീത് വാങ്ങി സൂക്ഷിക്കുക. സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് സൂക്ഷിക്കുക. EKYC എത്രയും വേഗം പൂർത്തിയാക്കുക. കേരളത്തിന്റെ റേഷൻ വിതരണ സംവിധാനവും സപ്ലൈകോയും രാജ്യത്തിന് തന്നെ മാതൃകയാണ്. EPOS മെഷീൻ, EKYC, ഓൺലൈൻ സേവനങ്ങൾ, 24 മണിക്കൂർ സ്റ്റോറുകൾ എന്നിവയിലൂടെ സുതാര്യതയും എളുപ്പവും ഉറപ്പാക്കിയിട്ടുണ്ട്. റേഷൻ സപ്ലൈ സാധാരണക്കാരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നു. ഈ 2 സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം ലഭിക്കുന്നു. റേഷൻ കാർഡ്, EKYC, സപ്ലൈകോ എന്നിവ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിലോ സപ്ലൈകോയുടെ കസ്റ്റമർ കെയർ നമ്പറിലോ ബന്ധപ്പെടുക. ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഇടയ്ക്കിടെ പരിശോധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ആയതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.